ഒരു മെഴുകുതിരിക്ക് സമാനമായവൾ യമനിലെ ഏതോ ജയിലറയ്ക്കുള്ളിൽ കരഞ്ഞു തളർന്നിപ്പോൾ ഏകയായിട്ടിരിപ്പുണ്ടാകും. കുടുംബം പോറ്റുവാൻ വേണ്ടി സ്വന്തം നാട് വിട്ട് അന്യരാജ്യത്തേക്ക് പോയവൾക്ക് ജീവിത പോരാട്ടങ്ങളുടേതായ സന്ധിയില്ലാത്ത സമരത്തിൽ എങ്ങനെയോ കാലിടറി വീഴേണ്ടി വന്നു. ചിറകുകൾ തളർന്ന് ആ രാജ്യത്തിൻ്റെതായ നിയമവ്യവസ്ഥിതിയിൽപ്പെട്ടിരുന്നവൾക്ക് ജീവിക്കേണ്ടി വന്നിരിക്കുന്നു. ഇത് നമ്മുടെ നാടിൻ്റെ നിയമവ്യവസ്ഥിതിയുടെ പ്രശ്നമല്ലേ? അത് കാരണം കൊണ്ടല്ലേ ആ സ്ത്രീക്ക് അവിടെ പോയി ഇത്തരത്തിലുള്ള അപകടത്തിൽ ചതിയിൽ ചാടേണ്ടി വന്നത്. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് തൊഴിൽശാലകളും മാന്യമായ ശമ്പളവും ഉണ്ടായിരുന്നുവെങ്കിൽ നിമിഷപ്രിയയുടെ ജീവിതം ഇന്നിങ്ങനെ ആകുമായിരുന്നോ? ഇതുപോലെ ചതിയിൽപ്പെട്ട ആരും അറിയാതെ എത്രയോ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ നല്ല തൊഴിൽശാലകളും ഉണ്ടാകട്ടെ. നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം.